ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ പെട്ടെന്ന് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങൾ ഏതാണ് എന്നൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പം ഞാനിപ്പം തൃശ്ശൂരുണ്ട്, റൂമിലായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം റൂമിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങാനാണ് പ്ലാൻ. രാവിലെ ഇടിയപ്പവും കടലക്കറിയും ചായയൊക്കെ കഴിച്ച് അതിനുശേഷം ഞാൻ റൂമിൽ പോയി ബാഗൊക്കെ എടുത്ത് തൂക്കി ഇവിടുന്ന് ഞാൻ നേരെ ഗുരുവായൂരേക്ക് വിടാനുള്ള പ്ലാനാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ബസ്സിലാണ് പോകാനായിട്ടുള്ള പ്ലാൻ. അപ്പം ഞാൻ KSRTC സ്റ്റാൻഡിൽ ചെന്ന് ബസ്സിൽ കയറി. അങ്ങനെ ഞാൻ KSRTC സ്റ്റാൻഡ് ഗുരുവായൂരെത്തി. അതിൻ്റെ സൈഡിലൂടെ വരുന്ന വഴിയാണ് ഇത്. ഈ നടയുടെ റൈറ്റ് സൈഡിലാണ് ഉള്ള റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പം ഇത് കിഴക്കേ നടയാണ്. ഓക്കെ, അപ്പം ഇവിടെ ആൾക്കാരിങ്ങനെ ബസ്സിൽ വരുന്നവരും ഒക്കെ സ്റ്റേ ചെയ്യുന്നൊരു ഏരിയയാണ്. ഓക്കെ, പിന്നെ റൂമിലേക്ക് എത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് മുണ്ടൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് മുണ്ടൊക്കെ ചുറ്റി വേണം, മുണ്ടെടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ ഉള്ളിൽ കയറണമെങ്കിൽ ഷർട്ട് ഇടാൻ പാടില്ല. അങ്ങനെ ഞാൻ റെഡി ആവുകയാണ്. അപ്പം ഞാനൊരു 10:30 ആകുമ്പം അകത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ എങ്ങനെയുണ്ട് മുണ്ടൊക്കെ എടുത്തിട്ട്? ഓക്കെ, അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. രാവിലെ തന്നെ തൊഴുവാം, 12:30 വരെ ഉണ്ട്. അങ്ങനെ ഞാൻ റൂമിൻ്റെ പുറത്തിറങ്ങി നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ജസ്റ്റ് അടുത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ പോകുന്നൊരു നടപ്പാത. ഇതാണ്. അപ്പം ഈ വഴി പോവുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വഴി പോകുന്നവർക്ക് പെട്ടെന്ന് കണ്ട് അവിടെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു വഴികളിലും. ഞാൻ പറയാം എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം. അപ്പം നമ്മൾ ഈ വഴി ചെന്ന് കഴിയുമ്പം നമ്മൾ എന്താണ് ഇതിൻ്റെ ഈ നടയുടെ ഫ്രണ്ടിലാണ് എത്തുക. ഓക്കെ, ഇത് ഈസ്റ്റ് സൈഡാണ്. അപ്പം ഇതാണ് ആ ഒരു ഭാഗം. അപ്പം ഇവിടെ കൂടെ വരുന്നവർക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഓക്കെ, ഇത് അപ്പുറത്തെ മറ്റൊരു സൈഡാണ്. ഇവിടുത്തെ ക്യൂ നിങ്ങൾ കണ്ടോ? ഭയങ്കര ഒരു ക്യൂ ആണ് ഈ സൈഡിലൂടെ ആൾക്കാർക്ക് പോകാൻ. ഇത് പടിഞ്ഞാറേ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര റഷാണ്. കാരണം ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളിലും അങ്ങനെയൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരെല്ലാം ഈ സൈഡിൽ കൂടെയാണ് കയറുന്നത്. ഇവരെല്ലാം നേരെ വന്ന് ആ ഒരു ക്യൂ അവിടുന്ന് കാണുന്നതുകൊണ്ട് അവിടെ അങ്ങ് നിൽക്കും, അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ വന്ന ആദ്യത്തെ വഴി നിങ്ങൾ കണ്ടില്ലേ, അവിടെ ക്യൂ ഇല്ല, ആൾക്കാർ വരുന്നവർ കയറി അങ്ങ് പോവുക. ഇവിടെ ആണെങ്കിൽ ഒരു വലിയ നിര ക്യൂ തന്നെ ഉണ്ട്. അപ്പം വരുന്ന ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ വരുന്നവർ എന്നാൽ ഇവരൊന്ന് ചുറ്റി നടന്നാൽ അപ്പുറത്തുള്ളൊരു ഇത് കാണാം, അവിടുന്ന് അങ്ങനെ കയറാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് അകത്തമ്പലത്തിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പിന്നെയും ക്യൂ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് അകത്തമ്പലം വരെ കയറാൻ ഈ ക്യൂവിന് അപ്പുറത്ത് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗങ്ങളും. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. പിന്നെ ഞാനിവിടേക്ക് കുറേ നേരം കിടന്ന് കറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈസ്റ്റ് നടയുടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് ഈസ്റ്റ് നടയുടെ അവിടെ നിൽക്കുന്നേക്കുന്നല്ലേ. അതിനുശേഷം അതുകൊണ്ടൊരു ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു പ്രായത്തിൽ ഇവർ ഇങ്ങനൊരു കല്യാണം കഴിക്കുന്നൊരു ഇത് ഒരു നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അവരെ മക്കളൊക്കെ ആണെന്ന് തോന്നുന്നു ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരായ സമയത്ത് കല്യാണം ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ മക്കളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് ഒരു കൃഷ്ണൻ്റെ രൂപം, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലുള്ളവർക്കും എന്തെങ്കിലും ഇവിടുന്ന് വരുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ തിരിച്ച് റൂമിലെത്തി. ഞാൻ രാവിലെ വെള്ളം പോലും കുടിച്ചില്ലായിരുന്നു, അപ്പോൾ നല്ല വയറകത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് അപ്പോഴത്തേനും ഉച്ചയായി. ഞാൻ ഊണ് കഴിച്ച് ചോറും കറികളും അച്ചാറും സാമ്പാറും പപ്പടവും ഒക്കെ ആയിരുന്നു. കുഴപ്പമില്ല, 80 രൂപയാണ് ഇവിടെ ഊണിന്. അപ്പോഴത്തേനും വൈകിട്ടായി. ഞാൻ ചായയും കടിയും കടിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ
ചായയും കുടിച്ച് ഒരു മോദകം സുഹി എന്നും പറയാം അല്ലേ, അതും കഴിച്ച് പിന്നെ ഒരു പരിപ്പ് വട എൻ്റെ ഫേവറേറ്റാണ്, എപ്പോഴും പരിപ്പ് വടയും കഴിച്ച്. സുഹിയന് ഇഷ്ടമാണ്. പിന്നെ ഓരോ അടുത്ത് സുഹിയൻ്റെ അകത്ത് വയ്ക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ പയറിൻ്റെ ഒരു ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു സുഹിയൻ്റെ ടേസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ കഴിച്ച്. പരിപ്പ് വട എപ്പോഴും നല്ല സ്പൈസി ആണെങ്കിൽ എന്താ ടേസ്റ്റ്. അപ്പോഴത്തേനും രാത്രിയായി. രാത്രി ഞാൻ ചപ്പാത്തിയും എൻ്റെ ഗോപി മഞ്ചൂരിയനും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി വീട്ടിലേക്ക് പോവാണ്. ഓക്കെ.